തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ശുചീകരണ തൊഴിലാളിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ കോർപ്പറേഷനും റെയിൽവേയും പരസ്പരം പഴിചാരുകയാണ് ഇരുകൂട്ടരും. സംഭവത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. ഭക്ഷണത്തിന് വകതേടി തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ഒരു സാധു മനുഷ്യൻ അപകടത്തിൽപ്പെട്ടിട്ടും ഉത്തരവാദികളാരെന്ന തർക്കത്തിലാണ് അധികാരികൾ. അപകടം നടന്ന സ്ഥലം റെയിൽവേയുടെ അധീനതയിലാണ്. അപകടത്തിന്റെ ഉത്തരവാദികൾ റെയിൽവേ ആണെന്നാണ് തിരുവനന്തപുരം നഗരസഭയുടെ നിലപാട്. ജൂൺ 19 തന്നെ തോട് വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ റെയിൽവേക്ക് നോട്ടീസ് നൽകിയിരുന്നു. മിനിസ്റ്റർ ഇപ്പോൾ ഇവിടെ കളക്ടറുമായി നടത്തിയ സംഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് റെയിൽവേയുടെ ഒരു സൂപ്പർവിഷനും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഒരുപാട് തവണ റെയിൽവേയുടെ ഹയർ അതോറിറ്റീസുമായി നിരന്തരം നമ്മൾ സംസാരിച്ചതിന് ശേഷമാണ് ആ പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം അവർ ചെയ്തത്. റെയിൽവേയുടെ ഭാഗത്തുള്ള തോട്ടിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യാൻ കോർപ്പറേഷനെയോ സർക്കാരിനെയോ അനുവദിക്കാറില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. അപകടത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി കളക്ടറോട് ആവശ്യപ്പെട്ടു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി തോട് വൃത്തിയാക്കിയത് കോർപ്പറേഷനാണെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. അപകടത്തിൽപ്പെട്ട ജീവനക്കാരനുമായി ബന്ധമില്ലെന്നും ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ അറിയിച്ചു. അപകടത്തിൽ കോർപ്പറേഷനെ കുറ്റപ്പെടുത്തി BJP രംഗത്തെത്തി. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിൽ കോർപ്പറേഷൻ പരാജയപ്പെട്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആരോപിച്ചു. 24 തിരുവനന്തപുരം.